ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെയും ഹേമയുടെയും ഒപ്പം നിധി തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ നിധിയെ കാണാനായി വരികയാണ് ഭാസ്കരൻ. വാതിൽ തുറന്ന രാജീവും ഹേമയും ഭാസ്കരനെ കണ്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുന്നു. ഹേമ ചോദിക്കുന്നു, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൊ രാജീവ് പറയണ, അറിയില്ല ഹേമേ. നിധിക്കുള്ള പലഹാരങ്ങളുമായി അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, നമസ്കാരം സർ, സുഖമായിട്ടിരിക്കുന്നു എന്ന് അവർ മൂളുമ്പോൾ ഭാസ്കരൻ ചോദിക്കണ, എന്താ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരനെ പുറത്തു നിർത്തി സംസാരിക്കുകയാണോ? അകത്തേക്ക് വിളിക്കില്ലേ? അപ്പൊ രാജീവ് പറയണ, അയ്യോ അങ്ങനെയൊന്നുമില്ല, അകത്തേക്ക് വരൂ. ശരിയെന്ന് പറഞ്ഞ ഭാസ്കരൻ രാജീവിന്റെ ഹേമയുടെ ഒപ്പം അകത്തേക്ക് കയറി വന്ന ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ വീടാണോ? അതെന്ന് രാജീവ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നന്നായിട്ടുണ്ട്, നല്ല വീടാ. കാറ്റൊന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ ജനലൊക്കെ മൂടി വെച്ചിരിക്കുകയാണോ? അപ്പൊ ഹേമ പറയുകയാണ്, എ സി ഉണ്ട്, അതുകൊണ്ടാ ജനലൊക്കെ അടച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, എന്തോന്ന് എ സി? ജനല് തുറന്നിട്ടാൽ കാറ്റ് അകത്തേക്ക് കയറുമല്ലോ. അതൊക്കെ വിട്, എവിടെ എന്റെ മരുമകൾ? അപ്പൊ രാജീവ് പറയുകയാണ്, നിങ്ങൾ ഇരിക്കെ, ഞാൻ വിളിക്കാം. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അത് വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. മോളെ നിധി ഇങ്ങോട്ട് വന്നേ. എന്റെ മരുമകൾ എവിടെ? മരുമകളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, അച്ഛാ സുഖമാണോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. മോക്ക് സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, അച്ഛൻ ഇരിക്കുന്നു പറഞ്ഞ് നിധി ഭാസ്കരന്റെ ഒപ്പം അവിടേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ മോക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നോക്കിക്കേ. നല്ല ചൂട് സമൂസ, ഉഴുന്നുവട, ദാ കഴിക്കേ. താങ്ക് യു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് വാങ്ങി നോക്കുകയാണ് നിധി. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ, എന്നെ ഒരുപാട് മിസ് ചെയ്തോ? അപ്പൊ നിധി പറയണ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് മിസ് ചെയ്തു, പ്രത്യേകിച്ച് അച്ഛനെ. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, അതെനിക്കറിയാം എന്നെ മിസ് ചെയ്യുമെന്ന്. ഹേമാവതിയെ രാജീവിനോട് പറയണ, ഇയാളെ വരെ മിസ് ചെയ്തെന്ന്. അപ്പൊ ഭാസ്കരൻ ചോദിക്കണ, എന്താ മോളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നല്ല ചൂട് സമൂസ ഉഴുന്നുവടയാ, എടുത്ത് കഴിക്ക്. അപ്പൊ ഹേമ പറയണ, അയ്യോ നിധി ഈ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കാറില്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, എപ്പോ? അതൊക്കെ പണ്ട്, ഇപ്പൊ നന്നായി കഴിക്കും, മോൾ എടുത്ത് കഴിക്ക്. നിധി സന്തോഷത്തോടു കൂടി അതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. രാജീവും ഹേമയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയുന്നു, അമ്മേ, ഞാൻ തക്കലയിലെ വീട്ടിൽ താമസിക്കുമ്പോൾ അധികം എണ്ണ പരിഹാരങ്ങളൊന്നും കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഇവരുടെ ഒപ്പം കഴിച്ച് ഇപ്പൊ എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഭാസ്കരൻ പറയുന്നു, മോളെ അത് കഴിച്ചിട്ട് ഈ ഉഴുന്നുവടയും പരിപ്പുവടയും ഒക്കെ കഴിക്കണം. അപ്പൊ നിധി പറയണ, ഇങ്ങനെ പറഞ്ഞ എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഈവനിങ് ആകുമ്പോൾ അച്ഛൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും. ആ സ്നാക്സ് കഴിച്ചുകൊണ്ട് ചായ കുടിക്കാന്ന് കരുതി ചായയുടെ സമയം പോലും ഞാൻ മാറ്റി. അമ്മേ ഒരു ചായ ഇടൂ. ഇത് കേട്ട് ഹേമ രാജീവിനെ നോക്കുമ്പോൾ നിധി പറയണ, അമ്മയോട് ചോദിച്ചത് ഒരു ചായ ഇടാമോന്ന്. ആ ഇപ്പൊ ഇട്ട് തരാന്ന് പറഞ്ഞ് ഹേമ അടുക്കളയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് രാജീവും ഹേമയുടെ പിന്നാലെ പോവുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, മോളുടെ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാമെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അല്ല, മോളുടെ അമ്മയുടെ പിന്നാലെ അച്ഛനും പോകുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കേട്ട് നിധി അച്ഛാന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ പറയണേ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. അപ്പൊ നിധി പറയണേ, അച്ഛൻ ചുമ്മാ പോയതായിരിക്കും, എന്റെ അമ്മ ചായയും കാപ്പിയും ഒക്കെ നന്നായിട്ടുണ്ടാക്കും. തുടർന്ന് ദേഷ്യത്തോടു കൂടി പാത്രമൊക്കെ എടുത്തു വെച്ച് ഹേമ ചായ ഉണ്ടാക്കാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്ന രാജീവ് പറയണേ, ഹേമേ നീ ചായ അല്ലേ ഉണ്ടാക്കുന്നത്, അതിനെന്തിനാ ഇത്രയും ശബ്ദം ഉണ്ടാക്കുന്നേ? അപ്പൊ ഹേമ പറയണേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഇയാളെയൊക്കെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? എല്ലാ നേരവും ഓരോരുത്തർ വരും, അവർക്ക് എല്ലാവർക്കും ചായയും കാപ്പിയും ഉണ്ടാക്കലാണോ എന്റെ പണി? അപ്പൊ രാജീവ് പറയണേ, ഹേമേ നിധി അവിടെ ഇരിപ്പുണ്ട്, അവള് കേൾക്കും, പതിയെ സംസാരിക്കും. നല്ല സോഫ എന്ന് പറഞ്ഞ് ഭാസ്കരനും ഉഴുന്നുവട എടുത്ത് കഴിച്ചുകൊണ്ട് സോഫയിൽ കാലൊക്കെ എടുത്തു വെച്ച് ചാരി ഇരുന്ന് കഴിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന ഹേമ ഇത് കണ്ട് രാജീവിനെ അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, രാജീവേട്ടാ ദേ നോക്കിയേ, ആ സോഫയിൽ അയാള് കാലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ? അയാളുടെ അഴുക്ക് കാലാ സോഫയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അവള് കണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്നു, ഒരു വാക്ക് പറയുന്നില്ലല്ലോ. ഇത് കേട്ട് രാജീവ് പറയണ, എല്ലാം തലയിലെടുത്ത്. അപ്പൊ ഹേമ പറയണ, ഇവളെ എങ്ങനെയെങ്കിലും നമ്മുടെ തക്കലയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു, ഇവരെ ആരെയും എനിക്ക് ഇനി സഹിക്കാൻ വയ്യ. തുടർന്ന് നിധി പറയണ, എന്റെ കൂടെ അച്ഛനും നന്നായി കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ മോളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാറുണ്ടല്ലോ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയണ, അച്ഛനിപ്പം BP കൂടുതലാ, മദ്യപിക്കുന്നതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഭാസ്കരൻ പറയണ, കൺട്രോൾ ചെയ്തിട്ട് എന്താകാനാ മോളെ? ഈ സമയം ഹേമ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ബന്ധുക്കാരെ നോക്കി നിൽക്കുന്നത്? ഉഴുന്നുവടയും സമൂസയൊക്കെ എടുത്ത് കഴിക്ക്, എന്നിട്ടൊരു ചായയും കൂടി. എനിക്ക് വേണ്ട, BP ഉണ്ടെന്ന് രാജീവ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ്, എന്ത് BP? എനിക്കില്ലാത്ത BP ആണോ? അതൊക്കെ നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുമോ? എടുത്ത് കഴിക്ക്, എല്ലാം ശരിയായിക്കോളൂ. അച്ഛാ ഇതിൽ നിന്നൊന്ന് എടുക്കുന്ന നിധി പറയുമ്പോൾ രാജീവ് പറയണ, വേണ്ട മോളെ. ഭാസ്കരൻ പറയുകയാണ്, ഡോക്ടർ അത് കഴിക്കല്ലോ ഇത് കഴിക്കല്ലോ എന്നൊക്കെ പറയും, അതൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ദേ പുറത്ത് കിടക്കുന്ന ആ ലോറി ഉണ്ടോ, അതെന്റെ ലോറിയാ, ഈ പ്രായത്തിലും ഞാൻ ആ ലോറി ഓടിക്കുന്നില്ലേ, അതെനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് കൊണ്ടാ. നിധി ചോദിക്കുന്നു, ലോറിയിൽ ലോഡൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇതെന്ത് ചോദ്യം മോളെ, ഇപ്പൊ തന്നെ 3 ലോഡ് ഇറക്കിയിട്ടാ വരുന്നത്. നോക്ക്, മോക്ക് പണത്തിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. പുഞ്ചിരിച്ച് നിധി പറയുന്നു, എനിക്ക് വേണ്ട. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ചോദിക്കും മോളെ, എന്റെ കയ്യിൽ ഇപ്പം ഇഷ്ടം പോലെ കാശുണ്ട്. അപ്പൊ രാജീവ് പറയുകയാണ്, അവക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ ഞങ്ങളുണ്ടല്ലോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിങ്ങളുണ്ട്, പക്ഷെ അമ്മായിയച്ഛനായ ഞാനും ഉണ്ടല്ലോ, എന്റെ മരുമകൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അത് ചെയ്തു കൊടുക്കും. നിധി ചുറ്റും നോക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, മോൾ എന്താ നോക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഇവിടെ ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ടായിരുന്നു,
അത്രേ ഉള്ളൂ. ഈ തോർത്തിൽ തുടയ്ക്കെന്ന് പറഞ്ഞ് ഭാസ്കരൻ തന്റെ തോളിൽ കിടക്കുന്ന തോർത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് തുടയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണം, മോക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഇത് കേട്ട് നിധി ആ തോർത്ത് വാങ്ങിച്ച് കൈയും മുഖവും ഒക്കെ തുടയ്ക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഹേമയും രാജീവും. ശേഷം ഭാസ്കരനും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ച് വടയും സമോസയും ഒക്കെ കഴിക്കുകയാണ്. തുടർന്ന് ഭാസ്കരൻ പറയണേ, ശരി മോളെ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ 3 ലോഡ് ഇറക്കിയിട്ടാ വന്നത്, ഇനി 1 ലോഡും കൂടി ഇറക്കാനുണ്ട്, പോയിട്ട് വരാം. ഇത് കേട്ട് നിധി പറയണ, ജോലി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, ഇല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് വിടത്തുള്ളായിരുന്നു. ഇനി വരുമ്പോൾ ഭക്ഷണം കൂടി കഴിക്കാനുള്ള രീതിയിൽ വരണം. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇപ്പൊ വീട് കണ്ടുപിടിച്ചല്ലോ, ഞാൻ ഇനി ഇതുവഴി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മോളെ കാണാൻ വേണ്ടി വരും. അപ്പൊ ഒരു ദിവസം കഴിച്ചാ പോരെ? പുഞ്ചിരിച്ച് തലയാട്ടി നിധി പറയുന്നു, അച്ഛാ, ഒരു ദിവസത്തിൽ 1 or 2 ലോഡുമായി പോയാ മതി, 3-4 എണ്ണം ഒന്നും വേണ്ട, ആരോഗ്യം ശ്രദ്ധിക്കണം. ഭാസ്കരൻ പറയുന്നു, ശരി മോളെ, സാറേ ഇറങ്ങട്ടെ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധിയും ഭാസ്കരന്റെ പിന്നാലെ പോകുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും. തുടർന്ന് സുഭാഷിന്റെ സൈറ്റിലേക്ക് വന്ന് സുഭാഷിനെ കാണുകയാണ് നിധി. സുഭാഷ് പറയുന്നു, മോളെ നിധി, മോളെന്തിനാ ഇങ്ങോട്ട് വന്ന്? നല്ല വെയിലായിരുന്നല്ലോ. അപ്പൊ നിധി പറയണ, ഞാൻ ഓട്ടോയിലാ വന്ന സുഭാഷേട്ടാ, സുഭാഷേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. സുഭാഷ് ചോദിക്കുന്നു, മോളെ സുഖമാണോ? അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇത് കേട്ട് നിധി ചോദിക്കണ, എന്താ സുഭാഷേട്ടാ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതുപോലെ ചോദിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇപ്പൊ മോള് ഞങ്ങളുടെ കൂടെ അല്ലല്ലോ, അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? അപ്പൊ നിധി പറയണ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഭാഷേട്ടാ. സുഭാഷേട്ടൻ പറഞ്ഞ എഞ്ചിനീയറെ ഞാൻ കണ്ടിരുന്നു, എന്റെ ഡിസൈൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, എന്നോട് പറഞ്ഞു മോളുടെ ഡിസൈനെ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറയുകയായിരുന്നു എഞ്ചിനീയർ സാറ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടി ഒരു കമ്പനി തുടങ്ങാം. മോളുടെ ഡിസൈൻ ചെയ്ത് തന്നാ മതി, ഞാൻ അത് പണിയാം. നോക്ക്, ഇവിടെ എഞ്ചിനീയർ നിന്നാണോ വീട് പണിയിപ്പിക്കുന്നത്? എന്റെ ഈ ഡിസൈൻ തന്നു, ഞാൻ അത് വെച്ച് വീട് പണിയുന്നു. അതേപോലെ മോള് ഡിസൈൻ ചെയ്ത് തന്നാ മതി, ഞാൻ വീട് പണിയാം. എന്തു പറയുന്നു? അപ്പൊ നിധി പറയുകയാണ്, സുഭാഷേട്ടൻ ചുമ്മാതെ പറഞ്ഞതാണെങ്കിലും ഇതൊരു നല്ല ഐഡിയ. നമ്മൾ 2 പേരും കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. എത്രയും പെട്ടെന്ന് സുഭാഷേട്ടൻ പറഞ്ഞത് സത്യമാക്കാൻ ശ്രമിക്കാം നമുക്ക്. സുഭാഷേട്ടാ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അപ്പൊ സുഭാഷ് പറയുകയാണ്, മോൾ അവിടെ ഇല്ലാന്നുള്ള ഒരു വിഷമം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. മോള് തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മോളുടെ അച്ഛനും അമ്മയും മോക്ക് വേണ്ടി ഇവിടെ തന്നെ താമസിക്കുന്നില്ലേ? ഇതൊക്കെ വലിയ കാര്യമല്ലേ? അതെ സുഭാഷേട്ടാ നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, പിന്നെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മോളെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മോളുടെ അച്ഛനോട് മോളോട് ചോദിക്കാതെ ഒരു കാര്യം പറഞ്ഞു, അത് ശരിയായോ തെറ്റായോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് മോളുടെ വീട്ടിലേക്ക് വന്നില്ലേ ഞാൻ, എന്നെ മോളുടെ അച്ഛൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ടു പോയില്ലേ? അപ്പൊ എന്നോട് നിങ്ങൾ 2 പേരും എന്ത് കാരണം കൊണ്ടാ ഡിവോഴ്സ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ നിധി പറയണ, അതേ ചോദ്യം എന്നോടും ചോദിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. എന്ത് കാരണം പറയണമെന്നറിയാതെ ഞാൻ ഒഴുകി മാറുകയായിരുന്നു. അപ്പോഴാ സുഭാഷ് എന്നോട് ചോദിച്ചത്. അപ്പൊ സുഭാഷ് പറയണ, മോളെ, ഞാൻ മോളുടെ അച്ഛനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. നിങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നെന്ന് ഞാൻ പറഞ്ഞുപോയി. സുധീഷിനെ കുറ്റപ്പെടുത്തിയൊന്നും ഞാൻ പറഞ്ഞില്ല. അവൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു, അതാ നിധിയുടെ ദേഷ്യം, അതുകൊണ്ടാ ഡിവോഴ്സ് ആയെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയത് പറയാൻ പാടില്ലാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞെന്ന്. എന്താ മോളെ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞാൻ പറയാൻ പാടില്ലായിരുന്നോ? അപ്പൊ നിധി പറയണ, ഇല്ല സുഭാഷേട്ടാ, കുഴപ്പമില്ല, ഇത് ഞാൻ തന്നെ തുറന്നു പറയണമെന്ന് വിചാരിച്ച കാര്യമാ. സുഭാഷേട്ടൻ അത് പറഞ്ഞു. സുഭാഷേട്ടൻ ഇക്കാര്യം പറഞ്ഞ കാര്യം അച്ഛനും എന്നോട് പറഞ്ഞു. ഇത് കേട്ട് സുഭാഷ് പറയണ, ഇപ്പഴേ എനിക്ക് സമാധാനമായത്. മോൾ എന്ത് പറയുമെന്ന് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. മോളിരിക്ക്, മോക്ക് കുടിക്കാൻ ജ്യൂസ് മേടിച്ചോണ്ട് വരാൻ പറയാം. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ടെൻഷനോടുകൂടി രാജീവ് ഓർക്കുകയാണ് ഭാസ്കരൻ വീട്ടിലേക്ക് വന്നതും നിധിയെ മരുമകളെ എന്ന് വിളിച്ച് സ്നേഹത്തോടുകൂടി സംസാരിച്ചതുമെല്ലാം. അരികിലേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, രാജീവേട്ടൻ എന്തായി ചിന്തിക്കുന്നത്? അപ്പൊ രാജീവ് പറയുകയാണ്, ഹേമ നീ പോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഹേമ ചോദിക്കാണ്, രാജീവേട്ടൻ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ? നിധി ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം അവള് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മാറില്ല. ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എപ്പോഴാ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നതെന്ന് കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. പേരിന് അവള് നമ്മുടെ കൂടെ നിൽക്കുന്നത്, അവളുടെ മനസ്സിപ്പോഴും ആ വീട്ടിലാ. ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ ഉടനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് നല്ലത്. അപ്പൊ രാജീവ് പറയുകയാണ്, ഹേമേ നമ്മൾ പറഞ്ഞത് കേട്ടല്ലേ അവൾ ആ വീട് വിട്ട് വന്നത്, ഇനി അവള് നമ്മൾ പറയുന്നതേ കേൾക്കൂ. ഇപ്പൊ ഉള്ള ഒരേ ഒരു പ്രശ്നം, ആ വീട്ടിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതല്ലേ. നീ പറഞ്ഞതുപോലെ അവള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അവളെ നമുക്ക് ഈസിയായി മാറ്റിയെടുക്കാം. അതിന് പറ്റുന്നില്ലല്ലോ എന്ന് ഹേമ പറയുമ്പോൾ രാജീവ് പറയണം, നീ പോയി നിധിയെ വിളിക്ക്, ഞാൻ സംസാരിക്കാം. തുടർന്ന് നിധിയെയും കൂട്ടി ഹേമ അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, വാ മോളെ ഇരിക്ക്, നമുക്ക് കുറച്ചു നാള് തക്കലയിൽ പോയി നിന്നാലോ? തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. നിധി ചോദിക്കുന്നു, എന്താച്ചാ ഇവിടെ തന്നെ താമസിക്കാമെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് എന്താ തക്കലയിലേക്ക് പോകാന്ന് പറയുന്നത്? അപ്പൊ രാജീവ് പറയണ, ഇവിടെ തന്നെ താമസിക്കാമെന്നായിരുന്നു ചിന്തിച്ചത്, പക്ഷെ ഇപ്പം തക്കലയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. അരുൺ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് മുംബൈക്ക് പോയിരിക്കുക, ഞാനും അവിടെ ഇല്ല. ഒരുപാട് ബിസിനസ് ഡീലിംഗ്സ് ഒക്കെ ഉള്ളതാ, എല്ലാം പാതി വഴിയിൽ കിടക്കുക. ഞാൻ അവിടെ ചെന്നാലേ ശരിയാകും. ഒരാഴ്ച അവിടെ നിന്നാ മതി, തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. മോൾ എന്താ പറയുന്നത്? അപ്പൊ ഹേമ ചോദിക്കണ്ട, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? അച്ഛനല്ലേ പറയുന്നത്, നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നത്. അപ്പൊ നിധി പറയണ, അമ്മേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് 4 ദിവസം പോലും ആയില്ല, അതിനുള്ളിൽ നിങ്ങൾ തക്കലയിൽ
തക്കലയിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൊക്കെ തീർക്കാതെ ഞാൻ എങ്ങനെയാ വരിക? പുതിയ കമ്പനിയെ തുടങ്ങിയിരിക്കുന്നത്, ഒരുപാട് ജോലിയുണ്ട്. അതെല്ലാം വേണ്ടാന്ന് വെച്ച് ഞാൻ എങ്ങനെ വരും? അപ്പൊ രാജീവ് പറയണ, മനസ്സിലാവുന്നുണ്ട് മോളെ, പക്ഷെ മോളുടെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇത് മോളോട് പറയില്ലായിരുന്നു. അവനിപ്പോ അവിടെയില്ല, പോയേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ആയി പോയി. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇവിടേക്ക് തന്നെ വരും. അതുവരെ അവളെ വീട്ടിലിരുന്ന് ജോലി ചെയ്യും. അതിനുള്ളിൽ മോളുടെ ചേട്ടൻ വരും. അവനെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ച് നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് തന്നെ വരാം. എന്തു പറയുന്നു? നിധി പറയുന്നു, അച്ഛാ, ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒരു ക്ലയന്റിന്റെ ഡിസൈന് നേരിൽ ചെന്ന് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഫസ്റ്റ് പ്രോജക്റ്റാ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട്. ആ പ്രോജക്റ്റില് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആ മീറ്റിംഗ് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണോ മോള് പറയുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ച ഞാൻ. അപ്പൊ നിധിയെ തടഞ്ഞോണ്ട് രാജീവ് പറയുകയാണ്, ഒരാഴ്ചയൊന്നും വേണ്ട മോളെ, ഒരു 2-3 ദിവസത്തെ കാര്യമുള്ളൂ. നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇത് കേട്ട് നിധി പറയണ, ശരി അച്ഛാ, അച്ഛന്റെ ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ടല്ലേ തക്കലയിലേക്ക് പോകണമെന്ന് പറയുന്നത്? അതിന് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പോയി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നാ മതി. ഞാൻ ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കാം. ഹേമ ചോദിക്കുന്നു, അതെങ്ങനെ നിന്നെ തനിച്ച് ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ നിധി ചോദിക്കുന്നു, ഞാൻ എന്താ കൊച്ചു കുട്ടിയാണോ? എന്നെ നോക്കാൻ എനിക്കറിയില്ലേ? ഇത് കേട്ട് ഹേമ പറയണ, ദേ നോക്ക്, അങ്ങനെയൊന്നും നിന്നെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് തുടങ്ങിയ കമ്പനിയല്ലേ? ഇത് ജോലി ചെയ്യുന്ന കമ്പനിയില് ലീവ് തരില്ല എന്ന് പറയുന്നത് പോലെയാണല്ലോ നീ ഇപ്പൊ പറയുന്നത്. അവരുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാ. അപ്പൊ നിധി പറയാണ്, അമ്മയേക്കാൾ ഭേദം അച്ഛനാ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. അമ്മ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രസന്റേഷൻ ഉണ്ടമ്മേ. തക്കലയിലിരുന്ന് ഞാൻ എങ്ങനെ പ്രസന്റേഷൻ നടത്തും? അച്ഛാ, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തനിച്ച് ഇവിടെ താമസിക്കുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ വരുന്നത് വരെ ഞാൻ സുധീഷിന്റെ വീട്ടിൽ താമസിക്കാം. ഇത് കേട്ടവർ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. രാജീവ് ചോദിക്കുന്നു, സുധീഷിന്റെ വീട്ടിലോ? നീ എന്തേ പറയുന്നത്? അവനെ വേണ്ട എന്ന് പറഞ്ഞാൽ നീ ഡിവോഴ്സ് ചെയ്തതല്ലേ? അവന് നീയുമായി ഒരു ബന്ധവുമില്ല. അവന്റെ വീട്ടിൽ പോയി താമസിക്കാവുന്നോ? വിവരമില്ല നിനക്ക്? നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്തു? ഞങ്ങളുടെ കൂടെ വന്ന ഒരാഴ്ച നിൽക്കാൻ വയ്യ നിനക്ക്? നിധി, നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ് എന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ഒരു പ്രൊജക്ട് വാങ്ങിച്ചു തന്നെ. അതിന് നിനക്ക് കുറച്ചെങ്കിലും നന്ദിയുണ്ടോ? അപ്പൊ നിധി പറയണ, എനിക്ക് പ്രൊജക്ട് വേണം, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. ഉള്ള പ്രോജക്ട് ചെയ്യാനുള്ള സമയം പോലും ഇല്ല എനിക്ക്. അച്ഛന് വേണ്ടിയല്ലേ ഞാൻ ആ പ്രോജക്ട് എടുത്തേ, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. അത് അച്ഛൻ മനസ്സിലാക്ക്. ഹേമ ചോദിക്കുന്നു, നിധി, നീ എന്താ അച്ഛനെ എതിർത്ത് സംസാരിക്കുകയാണോ? അപ്പൊ നിധി പറയണേ, ഞാൻ അച്ഛനോട് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ജോലി ഉണ്ടമ്മേ, അത് വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് തക്കലയിലേക്കൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സുധീഷിന്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞത്. അതിനെന്ത് തെറ്റാ ഉള്ളത്? 1 വർഷമായിട്ട് ഞാൻ ആ വീട്ടിലല്ലേ താമസിച്ചേ? അപ്പൊ രാജീവ് പറയണ, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. 1 വർഷം ആ വീട്ടിൽ താമസിച്ചിട്ട് വീണ്ടും നീ എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത്? നീ ഇവിടെ വന്നതിന് ശേഷവും 3 നേരവും നിനക്കുള്ള ഭക്ഷണം കൊണ്ട് അവര് വരുന്നു. ഇവിടെ എന്താ കഴിക്കാനൊന്നും ഇല്ലേ? അവര് കൊണ്ടുവരുന്നത് വേണോ നീ കഴിക്കാൻ? ഡിവോഴ്സ് കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ അവരിവിടെ വരികയും പോവുകയും ചെയ്യുന്നത്? ഇതൊക്കെ തെറ്റായിട്ട് നിനക്ക് തോന്നുന്നില്ലേ മോളെ? ഇത് കേട്ട് നിധി ചോദിക്കണ, അച്ഛൻ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ രാജീവ് പറയണ, ദേ നോക്ക് മോളെ, മോള് ചോദിച്ച എല്ലാത്തിനും ഞാൻ ശരിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിലേക്ക് വന്ന ദിവസം മുതൽ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത്. ഇപ്പൊ അച്ഛന് തക്കലയിൽ ജോലിയുണ്ട്. നിന്നെ തനിച്ച് ഈ വീട്ടിൽ നിർത്താനോ സുധീഷിന്റെ വീട്ടിൽ കൊണ്ടാക്കാനോ എനിക്ക് പറ്റില്ല. നാളെ രാവിലെ നമ്മള് തക്കലയിലേക്ക് പോകും. നീയും എന്റെ കൂടെ വരും. നമ്മൾ അവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചിവിടെ വരും. നിന്റെ പ്രസന്റേഷൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. ഇല്ലെങ്കിൽ വീഡിയോ കോളിൽ പ്രസന്റേഷൻ നടത്ത. അതിനാരും നിന്നെ ഒന്നും പറയില്ല. നാളെ നമ്മള് തക്കലയിലേക്ക് പോകും. ഹേമേ, അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ നിധി അച്ഛാന്ന് വിളിക്കുകയാണ്. ഹേമ ചോദിക്കുന്നു, നിധി, എന്താ ഇത്? അച്ഛൻ നിന്നോട് ഇനിയും തിരുവനന്തപുരത്തേക്ക് വരാൻ പാടില്ല എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ എന്താടി നിന്റെ പ്രശ്നം? ദേ നോക്ക്, ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് നാളെ രാവിലെ പോകാൻ നോക്ക്. അങ്ങനെ ഹേമ അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി റൂമിലേക്ക് വന്ന നിധി രാജീവിന്റെ വാക്കുകൾ ഓർക്കുകയാണ്. നിന്നെ ഇവിടെ തനിച്ചാക്കിട്ട് പോകാനോ സുധീഷിന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ട് പോകാനോ എനിക്ക് പറ്റില്ല. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സാന്ദ്ര ചോദിക്കുന്നു, നിധി, സുഖാണോ? അച്ഛനും അമ്മയും മകളും ഒന്നിച്ചപ്പോൾ ഈ ഏട്ടത്തിയെ മറന്നോ? ഒരു കോളെങ്കിലും ചെയ്തോ നീ? അപ്പൊ നിധി പറയണ, സോറി ഏട്ടത്തി, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വിളിക്കാൻ പറ്റാഞ്ഞ്. ഏട്ടത്തിക്ക് സുഖാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നെന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയണ, ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഇത് കേട്ട് സാന്ദ്ര ചോദിക്കാണ്, ഫോൺ എടുത്ത ഉടനെ നീ സീരിയസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയണ, പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. അരുണേട്ടൻ ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ പോയിരിക്കുവാണോ? അപ്പൊ സാന്ദ്ര പറയുന്നു, മുംബൈയോ? ഇല്ല, അരുണേട്ടൻ എന്തിനാ മുംബൈ പോകുന്നത്? അച്ഛനും അമ്മ ഇവിടെയില്ല. അരുണേട്ടൻ വേണ്ടേ ബിസിനസ് എല്ലാം നോക്കാൻ? അരുണേട്ടൻ മുംബൈ ഹൈദരാബാദ് എന്ന് പറഞ്ഞ് കറങ്ങി നടന്നാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് നോക്കും? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അപ്പോ അരുണേട്ടൻ അവിടെ തന്നെ ഉണ്ടോ? ഇത് കേട്ട് സാന്ദ്ര പറയണ, ഇവിടെ ഉണ്ട് നിധി, ഇപ്പൊ ഫോൺ വന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കുക. നീ എന്താ ചോദിക്കുന്നേ? ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, അരുണേട്ടൻ മുംബൈയിൽ പോയെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ നിധി പറയണ, ഇല്ല, അച്ഛൻ ആരോടോ പറയുന്നത് പോലെ എനിക്ക് തോന്നി, അതാ ചോദിച്ചത്. അപ്പൊ സാന്ദ്ര പറയണ, അച്ഛൻ വേറെ ആരുടെയെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞത്, നിനക്കത് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും. അപ്പൊ നിധി പറയണ, നാളെ
നാളെ തക്കരയിലേക്ക് പോകാന്ന് പറഞ്ഞ അച്ഛൻ എന്നെ വിളിക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും ഏട്ടത്തിക്ക് അറിയാമോ? അപ്പൊ സാന്ദ്ര പറയുകയാണ്, അറിയാം, നാളെ നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന് അമ്മ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് താമസിക്കാനേ ഇഷ്ടമല്ല. ദിവസവും അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എങ്ങനെയെങ്കിലും നിന്നെ തക്കരയിലേക്ക് കൊണ്ടുവന്നാ മതി എന്നാണ് അമ്മയ്ക്ക്. ഇത് കേട്ട് നിധി പറയണ, ഞാൻ അങ്ങോട്ട് വരില്ല ഏട്ടത്തി. ഇത് കേട്ട് സാന്ദ്ര ചോദിക്കുകയാണ്, നിധി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അപ്പൊ നിധി പറയുകയാണ്, പിന്നെ ഞാൻ എന്താ പറയണ്ട ഏട്ടത്തി, എന്റെ ഇഷ്ടത്തിന് എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാം, ഇവിടെ തന്നെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പൊ തക്കരയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് കേട്ട് സാന്ദ്ര പറയുകയാണ്, പക്ഷേ അച്ഛൻ പറയുന്നതിലും ന്യായം ഉണ്ടല്ലോ. സുധീഷിനെ നീ ഡിവോഴ്സ് ചെയ്തില്ലേ, പിന്നെ നീ എന്തിനാ ഇനിയും തിരുവനന്തപുരത്ത് താമസിക്കുന്നേ? നിനക്ക് ജോലി ചെയ്താ പോരെ? അതിനച്ഛൻ സമ്മതിച്ചല്ലോ, പിന്നെന്താ നിന്റെ പ്രശ്നം? നീ ഇവിടെ വന്ന് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജോലി ചെയ്യും, ആരും നിന്നെ ഒന്നും പറയില്ല. ഇന്ന് രാവിലെ പോലും നിനക്കൊരു ഓഫീസ് എടുത്തു കൊടുക്കണമെന്ന് നിന്റെ ചേട്ടനോട് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടതാ. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ അവര് നിന്നെ സഹായിക്കും. നീ പേടിക്കാതെ വാ. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഇവിടെ താമസിക്കാം, ഇവിടെ തന്നെ ജോലി ചെയ്യാം. നിന്നെ ഇവിടെ വരുത്തി കല്യാണം കഴിപ്പിക്കുമെന്ന് പേടിക്കണ്ട. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. ഈ കാര്യത്തില് നിന്റെ ഇഷ്ടമാണ് അവര് നോക്കുന്നത്. അച്ഛനെ അമ്മയെ വിശ്വസിച്ച് നീ തക്കലയിലേക്ക് വാ. അച്ഛനും നിന്റെ ചേട്ടനും നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരും. നിന്നെ നല്ല രീതിയിൽ നോക്കും അവർ. നിധി നീ എന്തൊന്നും പറയാത്തെ? ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, ഏട്ടത്തി എനിക്കൊരു കോള് വരുന്നുണ്ട്, പിന്നെ സംസാരിക്കാം. ശരി നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. തുടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഹേമ രാജീവിനോട് പറയുന്നു, എന്നോട് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രാജീവേട്ടൻ ധൃതി പിടിച്ചല്ലോ. റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി രാജീവിന്റെയും ഹേമയുടെയും സംസാരം ശ്രദ്ധിക്കുകയാണ്. രാജീവ് പറയുന്നു, വേറെ എന്താ ചെയ്യേണ്ടത്? അവക്ക് വേണ്ടി നമ്മൾ ഈ തിരുവനന്തപുരത്ത് വന്നിരിക്കുക. അതിന്റെ നന്ദി കുറച്ചെങ്കിലും ഉണ്ടോ അവൾക്ക്? അപ്പൊ ഹേമ പറയണ, അവക്ക് നന്ദിയൊന്നുമില്ല. ആ കുടുംബത്തിലുള്ളവരെ കണ്ടാ മതി. 32 പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ഓടിയെത്തും. നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ചു ദിവസമായില്ലേ, അവരോട് സംസാരിക്കുന്നത് പോലെ ചിരിച്ച് എന്നോട് ഇതുവരെ അവള് സംസാരിച്ചില്ല. അവരെ കാണുമ്പോൾ എവിടുന്നാ ചിരി വരുന്നതെന്ന് അറിയില്ല. അത് പോരാഞ്ഞിട്ട് കഴിക്കാൻ എവിടുന്നോ എന്തൊക്കെയോ കൊണ്ട കൊടുക്കുന്നു. കാണാത്തത് കണ്ടതുപോലെ അമൃത് കിട്ടിയതുപോലെയല്ലേ അവൾ അത് വാങ്ങിച്ചു കഴിക്കുന്നേ. ഈ 1 വർഷം കൊണ്ട് അവളെ നന്നായി മാറ്റിയെടുത്തു. ഇപ്പൊ അവള് നമ്മുടെ മകളല്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് തക്കരയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. അപ്പൊ രാജീവ് പറയണ, കുറച്ച് സമയം എടുത്ത് കൊണ്ടുപോകാന്നാ ഞാൻ വിചാരിച്ചത്. ശരിയാകില്ല. നീ കേട്ടില്ലേ സുധീഷിന്റെ വീട്ടിൽ പോയി താമസിക്കട്ടെന്ന്? അതിനാണോ നമ്മൾ അവിടുന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ വെറുതെ പറഞ്ഞതാ, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാമെന്ന്. അപ്പതേ എല്ലാ നേരവും ഓരോരുത്തരെ എന്തെങ്കിലും കൊണ്ടുവരും. അവരിവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടനൊന്നും അല്ലല്ലോ ഞാൻ. നാളെ നിധി നമ്മുടെ ഒപ്പം തക്കലയിലേക്ക് വരുന്നു. ഹേമ ചോദിക്കുന്നു, രാജീവേട്ട നിധി നാളെ നമ്മുടെ കൂടെ വരുമോ? എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അല്ല രാജീവേട്ടനെ എതിർത്ത് സംസാരിച്ചു അവള്. നാളെ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ രാജീവ് പറയണ, പിടിച്ചു വലിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകണം. അവക്ക് വിവരമില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെന്ന് കരുതി വിട്ടേക്കാൻ പറ്റുമോ? അവള് രാജീവിന്റെ മകളാണ്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേണം അവളുടെ ജീവിതത്തിൽ നടക്കാൻ. അവൾ ആഗ്രഹിച്ചതുപോലെ ജോലി ചെയ്യട്ടെ, പക്ഷെ തക്കലയിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. ഇനി അവള് തിരുവനന്തപുരത്തേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ട് ഹേമ പറയുകയാണ്, അവളെ തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അവക്ക് അവിടെ ഒരു ഓഫീസ് ഇട്ട് കൊടുത്ത് അവിടെ പിടിച്ചിരുത്തണം. അതിനുശേഷം പതിയെ അവളുടെ ജീവിതം സെറ്റിലാക്കാം. ഇതെല്ലാം കേട്ട് ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് അകത്തേക്ക് കയറി പതിയെ വാതിലടയ്ക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും സുധീഷും ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് സുഭാഷ് പറയുന്നു, എടാ നിധി വിളിക്കുന്നു, ഞാൻ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഫോണും എടുത്ത് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷിനോട് നിധി ചോദിക്കുന്നു, സുധീഷ് എവിടെയാ? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ശബ്ദത്തിൽ ഒരു ടെൻഷൻ ഉണ്ടല്ലോ? അപ്പൊ നിധി പറയണ, നല്ല ടെൻഷൻ ഉണ്ട്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി, എന്താ സംഭവിച്ചേ? നിധി ചോദിക്കണ, നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം വീണ്ടും റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സുധീഷിനത് ബുദ്ധിമുട്ടാകുമോ? സുധീഷ് ചോദിക്കുന്നു, റീക്രിയേഷനോ? എന്ത് ചെയ്യണം? എന്ത് റീക്രിയേഷൻ? മനസ്സിലായില്ല എനിക്ക്. അപ്പൊ നിധി ചോദിക്കണ, വീണ്ടും എന്നെ ഈ വീട്ടിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? സുധീഷ് പറഞ്ഞത് ശരിയാ, ഇവരെന്നെ തക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്യുക. ദേഷ്യത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ഞാൻ വിചാരിച്ചതാ. നിധിയോട് അങ്ങനെ പറഞ്ഞോ? അപ്പൊ നിധി പറയണ, ആ കഥയൊന്നും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല സുധീഷ്. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്നെ അവര് തക്കലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവരുടെ സംസാരത്തിന്റെ റൂണെ മാറിയിരിക്കുക. ഇപ്പൊ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. സുധീഷ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് കേട്ട് സുധീഷ് പറയണ, എന്ത് ചോദ്യമാണ് നിധി ഇത്? 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. നിധി വിഷമിക്കേണ്ട, ഞാൻ വന്ന് നിധിയെ കൂട്ടിക്കൊണ്ടുവരാം. അതുവരെ എന്നോട് സംസാരിച്ച കാര്യം അവിടെ ആരും അറിയാൻ പാടില്ല. ഫോൺ സൈലന്റ് ആക്കിക്കോ. ഞാൻ വന്നാലുടനെ നിധിയെ വിളിക്കാം. ഓക്കെ? ഇത് കേട്ട് നിധി പറയുന്നു, ശരി സുധീഷ്, പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ? അപ്പൊ സുധീഷ് പറയണ, എന്ത് പ്രശ്നം? ചേസ് ചെയ്ത് നിധിയെ രക്ഷിച്ചതൊക്കെ മറന്നുപോയോ? നിധിക്കിപ്പം വീടിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുമല്ലോ? അതൊക്കെ വരാൻ പറ്റുമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, അത് മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി സുധീഷ് എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി സുധീഷ് അകത്തേക്ക് പോകുന്നു. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്